ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആഴ്ചകൾ അഥവാ ഡേയ്സ് ഓഫ് ദ വീക്ക്. അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. ഇന്ന് എന്നുള്ളതിനെ നമ്മൾ ടുഡേ എന്ന് പറയുന്നു. നാളെ ടുമോറോ, ഇന്നലെ യെസ്റ്റർഡേ, മറ്റേനാൾ ഡേ ആഫ്റ്റർ ടുമോറോ, മിനിഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന് രാത്രി ടു നൈറ്റ്, ഇന്ന് വൈകിട്ട് ടുഡേ ഈവനിങ് എന്നുള്ളതല്ല, ദിസ് ഈവനിങ്. ഇന്ന് രാവിലെ ദിസ് മോർണിംഗ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് എക്സാമ്പിൾസിലോട്ട് പോകാം. ഇന്ന് എന്താഴ്ചയാണ്? വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ? ഈസ് അവിടെ ചേർത്തിരിക്കുന്നത് ഇന്നത്തെ കാര്യമായതുകൊണ്ടാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ടുഡേ ഈസ് മൺഡേ. ഇന്നലെ എന്താഴ്ചയായിരുന്നു? ഇന്നലെ എന്നുള്ളത് യെസ്റ്റർഡേ ആണ്. പിന്നെ ആഴ്ചയായിരുന്നു എന്ന് വരുന്നത് കൊണ്ട് നമ്മൾ വാസ് അവിടെ ചേർക്കണം. വാട്ട് ഡേ വാസ് യെസ്റ്റർഡേ? കഴിഞ്ഞുപോയ കാര്യമാണ്. ഇന്നലെ ഞായറായിരുന്നു. യെസ്റ്റർഡേ വാസ് സൺഡേ. നാളെ എന്താഴ്ചയാണ്? അത് ഫ്യൂച്ചറിലത്തെ കാര്യമായതുകൊണ്ട് വിൽ ബി അവിടെ ചേർക്കണം. വാട്ട് ഡേ വിൽ ബി ടുമോറോ? നാളെ ചൊവ്വയാണ്. സിമ്പിളായിട്ട് പറയാം, ടുമോറോ ഈസ് ട്യൂസ്ഡേ. ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അടുത്തത് നമുക്ക് പ്രാക്ടീസിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നോക്കാം. നീ എന്ന് വന്നു? വെൻ ഡിഡ് യു കം? അത് പാസ്റ്റ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഡിഡും കമ്മും കൂടി നമ്മൾ ചേർത്തിരിക്കുന്നത്. ഞാൻ വ്യാഴാഴ്ച വന്നു. ഐ കെയിം ഓൺ തേഴ്സ്ഡേ. അതായത് ഡിഡ് പ്ലസ് കമ്മാണ് കെയിം. അപ്പോൾ ഐ കെയിം ഓൺ തേഴ്സ്ഡേ. ഞാൻ വ്യാഴാഴ്ച വന്നു. അവർ എന്ന് പോകും? അത് ഫ്യൂച്ചറിലെ കാര്യമാണ്. അപ്പോൾ വെൻ വിൽ ദേ ഗോ? വിൽ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് വെറും വെർബ്, അതായത് ഗോ മാത്രമാണ് ചേർക്കേണ്ടത്. അവർ ഞായറാഴ്ച പോകും. ദേ വിൽ ഗോ ഓൺ സൺഡേ. സ്കൂൾ എപ്പോഴാണ് തുറക്കുന്നത്? വെൻ വിൽ ദ സ്കൂൾ റീഓപ്പൺ? സ്കൂൾ ബുധനാഴ്ച തുറക്കും. ദ സ്കൂൾ വിൽ റീഓപ്പൺ ഓൺ വെനസ്ഡേ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഡേയ്സ് ഓഫ് ദ വീക്കിന് മുൻപ് നമ്മൾ സാധാരണയായിട്ട് ഓൺ ആണ് ചേർക്കുന്നത്. ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? വെയർ യു യെസ്റ്റർഡേ? അവിടെ ആയിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളത് വന്നതുകൊണ്ടാണ് വെയർ യു എന്ന് ചേർത്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ ടൗണിൽ പോയിരുന്നു. ഐ വെൻറ്റ് ടു ദ ടൗൺ യെസ്റ്റർഡേ. ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വെൻ്റ് ആണ് ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത്. മറ്റേനാൾ എന്നെ വന്ന് കാണൂ. മീറ്റ് മീ ദ ഡേ ആഫ്റ്റർ ടുമോറോ. മറ്റേനാൾ എന്നുള്ളത് ദ ഡേ ആഫ്റ്റർ ടുമോറോ. ഇന്ന് രാത്രി ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ദ സിനിമ ടു നൈറ്റ്. ഇന്ന് രാവിലെ ഞാൻ അവളെ കണ്ടു. ഐ സോ ഹെർ ദിസ് മോർണിംഗ്. അത് പാസ്റ്റിലെ കാര്യമായതുകൊണ്ടാണ് സോ എന്ന് ചേർത്തിരിക്കുന്നത്. നമുക്ക് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ദിസ് ഈവനിങ്. അപ്പോൾ ഡേയ്സ് ഓഫ് ദ വീക്കിനെ പറ്റി ഉള്ള ഈ സിമ്പിൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.